ഇടുക്കി മൂന്നാർ ടൗണിൽ രാത്രികാലത്ത് നിർത്തിയിടുന്ന വാഹനങ്ങളുടെ ടയറുകളും അനുബന്ധ സാമഗ്രികളും മോഷണം പോകുന്നതായി പരാതി. മാട്ടുപ്പെട്ടി റോഡിലുള്ള വർക്ക്ഷോപ്പിന് സമീപം നിർത്തിയിട്ടിരുന്ന വാഹനത്തിന്റെ ടയറുകളും അനുബന്ധ സാമഗ്രികളുമാണ് ഒടുവിലായി മോഷണം പോയത്. സംഭവത്തിന് പിന്നിലുള്ളവരെ അടിയന്തരമായി കണ്ടെത്തണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. മൂന്നാർ ടൗണിൽ മാട്ടുപ്പെട്ടി റോഡിൽ പ്രവർത്തിക്കുന്ന വർക്ക്ഷോപ്പിൽ തകരാറ് പരിഹരിക്കുവാൻ ഏൽപ്പിച്ചിരുന്ന ചെന്നൈ സ്വദേശികളുടെ കാറിന്റെ ടയറുകളും അനുബന്ധ സാമഗ്രികളുമാണ് മോഷണം പോയിരിക്കുന്നത്. മൂന്നാർ സന്ദർശനത്തിനിടെ വാഹനം കേടായതിനെ തുടർന്നായിരുന്നു ചെന്നൈ സ്വദേശികൾ വാഹനം വർക്ക്ഷോപ്പിൽ നന്നാക്കുവാൻ ഏൽപ്പിച്ചത്. പണികൾ പൂർത്തീകരിച്ച് വാഹനം കൈമാറുവാനിരിക്കെ വർക്ക്ഷോപ്പിന് സമീപം പാതയോർത്ത് നിർത്തിയിട്ടിരുന്ന വാഹനത്തിന്റെ ടയറുകളും അനുബന്ധ സാമഗ്രികളുമാണ് മോഷ്ടിച്ചു കടത്തിയിരിക്കുന്നത്. വർക്ക്ഷോപ്പിൽ പണിയാൻ വന്ന എർട്ടിഗ കാറാണ്. ഈ ചെന്നൈക്കാരൻ്റെ ഒരു വണ്ടിയാണ്. ഇപ്പോൾ വന്ന് വണ്ടി കംപ്ലൈൻ്റ് ആയിപ്പോട്ട് നമ്മൾ പണിയായിട്ടുന്ന വണ്ടിയാണ്. എല്ലാ പണിയെല്ലാം കഴിഞ്ഞ് പൂർത്തീകരിച്ച് കൊടുക്കാൻ വേണ്ടി ഇന്ന് ഡെലിവറി ചെയ്യേണ്ട വണ്ടിയായിരുന്നു. രാവിലെ നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്കും അതിൻ്റെ 4 ടയറും അഴിച്ചെടുത്തിട്ട് പോയിട്ടുണ്ട്. ടയറിന് ഒരു 10-20,000 ടയറിനും 10-20,000 ഡിസ്കിനും എല്ലാം കൂടി അലവിനും എല്ലാം കൂടി ചേർത്ത് 10-60,000 പൈസ വരുന്നതാണ്. ഇതൊരു ഗ്യാങ്ങായിട്ട് മൂന്നാറിൽ ചെയ്യുന്നുണ്ടെന്നൊരു സംശയമുണ്ട്. മൂന്നാറിൽ പല വണ്ടിയിൽ നിന്നും ഇതുപോലെ സാധനങ്ങൾ കാണാതെ പോയിട്ടുണ്ട്. 1.5 ലക്ഷം രൂപയ്ക്ക് മുകളിൽ വില വരുന്ന സാമഗ്രികളാണ് മോഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. മൂന്നാർ ടൗണിൽ രാത്രികാലത്ത് നിർത്തിയിടുന്ന വാഹനങ്ങളുടെ ടയറുകളും അനുബന്ധ സാമഗ്രികളും മോഷണം പോകുന്നുവെന്ന പരാതി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നിലനിൽക്കുന്നുണ്ട്. വാഹനത്തിന്റെ ടയർ മോഷ്ടിച്ചതുമായി ബന്ധപ്പെട്ട് ഒരാൾ പിടിയിലാവുകയും ചെയ്തിരുന്നു. മോഷണങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നവരെ കണ്ടെത്തണമെന്നാണ് ഉയരുന്ന ആവശ്യം. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.